നമസ്കാരം. വിഷയം ആനയാകുമ്പോൾ അഭിമാനമൊരൽപ്പം കൂടും. അങ്ങനെയെങ്കിൽ തിടമ്പെടുത്ത കൊമ്പൻ്റെ പ്രൗഢിയോടെയാണ് ആനപ്പെരുമ സംഘം ഇന്ന് പ്രേക്ഷകർക്ക് മുൻപിൽ നിൽക്കുന്നത്. എന്നും ആനക്കാഴ്ചകളുടെ വ്യത്യസ്തതകൾ മാത്രം നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ള സൂര്യാവുഡ് ആനപ്പെരുമയുടെ ഏറ്റവും പുതിയ ജാലകം തുറന്ന് ഞങ്ങളെത്തുമ്പോൾ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആയിരക്കണക്കിന് ആരാധകരുടെ ആരവങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ട് ഉത്സവപ്പറമ്പുകളിലേക്ക് ഇവൻ നടയമരങ്ങൾ ഉറപ്പിച്ചു വരുമ്പോൾ അവിടുത്തെ പൊടിപടലങ്ങൾ പോലും പറന്നു പൊങ്ങുന്നുവെങ്കിൽ, വഴിയരികിലെ പുൽക്കൊടികൾ പോലും പുളകിതരായി ഇവനെ തലയുയർത്തി നോക്കുന്നുവെങ്കിൽ അതിവൻ്റെ രാജകീയ വരവ് കാണുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇവൻ്റെ തലയെടുപ്പിൻ്റെ ചേല് കാണുവാൻ വേണ്ടിയാണ്. ആനക്കേരളത്തിനിവൻ ഗജഭീമൻ. ആനപ്രേമികൾ ഹൃദയത്തിൽ ചാലിച്ചു നൽകിയ പേര് വരാംഗ വിശ്വപ്രജാപതി പുതുപ്പള്ളി കേശവൻ. അതെ, കാണാം ഈ ഗജഭീമൻ്റെ ഒരുപാട് വിശേഷങ്ങൾ ആനപ്പെരുമയുടെ ഈ എപ്പിസോഡ്.
സാഹചര്യം എങ്ങനെയാണ്? ആനയെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ആനയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആനയെ വാങ്ങുന്നത്. വാങ്ങിക്കഴിയുമ്പോൾ അങ്ങനെയുള്ള ആനകളെ നമ്മൾ നന്നായിട്ട് വളർത്തണമെന്നുള്ളൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ അത് ആ ഒരു ആഗ്രഹം നിലയിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ പരിപാലിച്ചു പോകുന്നു. അല്ല, ചെറുപ്പത്തിലെ തന്നെ ആന ഉണ്ടായിരുന്നു? ചെറുപ്പത്തിലില്ല. ഞങ്ങളൊക്കെ ഒരു 35 വയസ്സിന് ശേഷമാണ് ആനകളെയൊക്കെ വാങ്ങിയത്. ഈ ആദ്യത്തെ ആനയെ വാങ്ങുമ്പോൾ ഉള്ള ഒരു അത് ഏതാനയായിരുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു രീതി? ഇവിടെയുള്ള ആനകളെ ഞങ്ങൾ വെളി സ്റ്റേറ്റിൽ നിന്നാണ് കൊണ്ടുവന്നത്. അന്ന് ആനകളെ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നതിന് നിയമ തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് ആസാം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആനകളിവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ആനകൾക്കെല്ലാം ഇവിടെ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓണർഷിപ്പ് തന്നിട്ടുണ്ട്. അപ്പം ആദ്യം ഇവിടെ ആനകൾ വരുന്നത് 1997 വന്ന ഒരാന ഒരു പിടിയാന, ഒരു കൊമ്പൻകുട്ടിയായിരുന്നു. ആനയിൽ കൊമ്പനാന തളിപ്പറമ്പ് ക്ഷേത്രത്തിലുണ്ടായിരുന്നു, അവിടെ വെച്ച് അത് ചെരിഞ്ഞു പോയിട്ടുണ്ട്. പിടിയാന ഇപ്പോൾ പോണ്ടിച്ചേരി സ്റ്റേറ്റിൽ അവിടെ ഒരു ക്ഷേത്രത്തിൽ നിൽപ്പുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഈ കേരളത്തിലെ ഇപ്പോൾ എണ്ണം പറഞ്ഞ മുൻനിര ഗജവീരന്മാരിൽ തന്നെയാണ് പുതുപ്പള്ളി കേശവൻ്റെ സ്ഥാനവും. അപ്പോൾ ഇങ്ങനെ ഒരു ആനയെ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും തോന്നാനൊന്നുമില്ല. ആനയെ വാങ്ങി അതിനെ വളർത്തിയപ്പോൾ അത് വലുതായി എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് നമുക്കൊരു വലിയ പ്രത്യേകത ആയിട്ടൊന്നും പറയാനൊന്നുമില്ല. ആനക്കേരളത്തിൻ്റെ ഗജഭീമൻ, ആനക്കേരളത്തിൻ്റെ പെരുമയിൽ. കൂടുതൽ വിശേഷങ്ങൾ കാണാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മറ്റു കൊമ്പന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേകതയുണ്ട് പുതുപ്പള്ളി കേശവന്. ഇവൻ്റെ ചട്ടക്കാർ രണ്ടുപേരും വളരെയധികം പ്രശസ്തരാണ്. ആനയോളം തന്നെ വർഷങ്ങളായി ഇവനെ പരിപാലിച്ചു പോരുന്നു. കുന്നന്താനം മനോജ് ഊതിക്കാച്ചിയ പൊന്നാണ് കേശവനെങ്കിൽ ഇവൻ്റെ രണ്ടാം പാപ്പാൻ ആനപ്പാപ്പാന്മാരുടെ കൂട്ടത്തിലെ ഇരട്ടച്ചങ്ങൻ എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ അനീഷാണ്. കാണാം നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ ആനപ്പെരുമയുടെ ബാക്കി ഭാഗങ്ങളിലൂടെ. കൊണ്ടുവന്ന സമയത്ത് ഏകദേശം ഒരു 9 അടി മാത്രം ഉയരവും അത്ര ഭംഗിയൊന്നുമില്ലാത്ത പ്രകൃതമായിരുന്നു കേശവൻ്റേത്. അക്കാലത്ത് പല ആനകളും ഈ തറവാട്ടിൽ നിന്നും കൈമാറ്റം ചെയ്തു പോയിട്ടുണ്ടെങ്കിലും വരുന്നവരിലാർക്കും കേശവനെ അത്ര ബോധിച്ചതുമില്ല. ഭംഗി കുറവ് തന്നെയായിരുന്നു കാരണം. പിന്നെ അക്കാലത്ത് കുറച്ച് ഓട്ടം കൂടുതലായിരുന്നു പുള്ളിക്കാരന്. ഓടുമെങ്കിലും യാതൊരു നാശനഷ്ടങ്ങളും കേശവൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ആ സമയങ്ങളിൽ പുതുപ്പള്ളി സ്വദേശി ഗോപി, ഓമനച്ചേട്ടൻ, തങ്കപ്പൻ, തണ്ണീർമുക്കം ഷാജി, ഈട്ടിക്കൽ ബേബി, തൊമ്മൻകുത്ത് മണി, ജയൻ, വെള്ളക്കൊച്ച് എന്നറിയപ്പെടുന്ന ഈരാറ്റുപേട്ട മനോജുമൊക്കെ കേശവന് സാരഥികളായിട്ടുണ്ട്. ഇവർക്കു ശേഷം വർഷങ്ങളായി കേശവന്റെ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഏതൊരാനപ്രേമിയും തങ്ങളുടെ മനസ്സിൽ വച്ചാരാധിക്കുന്ന 2 പേരാണ്. കുന്നംദാനം മനോജ് ഊതിക്കാച്ചിയെടുത്ത പൊന്നാണ് കേശവനെങ്കിൽ ആനപ്പാപ്പാന്മാരിലെ ഇരട്ടച്ചങ്കനെന്നാണ് രണ്ടാമനായ കൊടുങ്ങല്ലൂർ സ്വദേശി അനീഷ് ആരാധക ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയിരിക്കുന്നത്. 17 വർഷങ്ങൾക്ക് മുൻപാണ് മനോജ് പാപ്പാലപ്പറമ്പ് ആനത്തറവാട്ടിലെത്തുന്നത്. ആദ്യം മാണിക്യൻ എന്ന ആനയ്ക്ക് സാരഥിയായി. തുടർന്ന് 12 വർഷത്തോളമായി കേശവനോടൊപ്പം കൂടിയിട്ട്. കേശവനും മനോജും ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് പുതുപ്പള്ളിയിലെത്തുന്നത്. ഇത്രയും നീണ്ട ഒരു സൗഹൃദം തന്നെയാകാം ഇരുവരുടെയും സ്നേഹപ്രകടനങ്ങൾ ഏവരിലും കൗതുകവും ആശ്ചര്യവും വിളിച്ചോതുന്നത്. ആനയും പാപ്പാനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു പുതിയ ചരിത്രമാണ് കേശുട്ടനും മനോജും കൂടി രചിക്കുന്നത്.
9 വർഷങ്ങളായി കൊടുങ്ങല്ലൂർ സ്വദേശി അനീഷാണ് കേശവന്റെ രണ്ടാമൻ. അനീഷിനെ പാപ്പാന്മാരിലെ ഇരട്ടച്ചങ്ങനാക്കി മാറ്റിയത് കഴിഞ്ഞ ചെറായി പൂരമാണ്. അരിശം പൂണ്ട കൊമ്പനെ തളയ്ക്കാൻ അമരേന്ദ്ര ബാഹുബലിക്ക് മാത്രമല്ല, കേശവന്റെ രണ്ടാമനായ കൊടുങ്ങല്ലൂർ സ്വദേശി അനീഷിനും റീടേക്കുകളില്ലാതെ ഓക്കെയാക്കാൻ സാധിക്കും. അമരേന്ദ്ര ബാഹുബലി എന്ന കഥാപാത്രം പാഞ്ഞെടുക്കുന്ന ആനയെ തടുക്കുവാൻ രഥം മുന്നിലേക്ക് വലിച്ചിടുകയായിരുന്നു. എന്നാൽ അതിലും ഏറെ സാഹസികമായി ആനയുടെ മുന്നിൽ കയറി നിന്ന് 2 കൊമ്പിലും പിടിച്ച് പുറകിലേക്ക് തള്ളുകയായിരുന്നു അനീഷ്. അതും അനുസരണക്കേട് കാട്ടി നിന്ന കേശവനെ തോട്ടിയും കോലും ഉപയോഗിച്ച് ഭേദ്യം ചെയ്യാതെ. കേശവ, ഇനി നീ മുന്നോട്ട് പോകുകയാണെങ്കിൽ എന്നെ തട്ടിയകറ്റിപ്പോയിക്കോളൂ, മോനെ കേശവ അടങ്ങട എന്ന സ്നേഹത്തിൽ പൊതിഞ്ഞ വാക്കുകൾ പലതവണ കേശവന്റെ ചെവികളിൽ വന്നടിച്ചപ്പോൾ ആ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ കേശവനുമായില്ല. കഴിഞ്ഞ ചെറായി പൂരത്തിനിടെ മറ്റൊരാന ഇടഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിച്ചപ്പോൾ കേശവനും ഭയന്ന് മുന്നോട്ടാഞ്ഞു. തന്റെ ആനയുടെ ഭാവമാറ്റം ശ്രദ്ധയിൽപ്പെട്ട അനീഷ് പിന്നെ ഒന്നും നോക്കിയില്ല. ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് അനീഷ് ആനപ്പാപ്പാന്മാരിലെ ഇരട്ടച്ചങ്കനും രണ്ടാം പാപ്പാന്മാരിലെ ഒന്നാമനുമായത്. ഈ കേരളത്തിൽ വളരെ ചുരുക്കപ്പന്മാർക്കാണ് ആനകളോളം തന്നെ ആരാധകരും പ്രാധാന്യവും ഉള്ളതുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പുതുപ്പള്ളി കേശവനുള്ള അതേ ഫാൻസും പ്രാധാന്യവും മനോജേട്ടനുണ്ട്. കുന്നന്താനം മനോജ് ഊതിക്കാച്ചിയ പൊന്നാണ് കേശവൻ എന്നാണ് മൊത്തത്തിൽ ആനക്കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ബന്ധം നിങ്ങൾ തമ്മിൽ? അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആനപ്രേമികളുണ്ട്. അപ്പം അവർ ആനകളെ പ്രേമിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ചട്ടക്കാരെയും സ്നേഹിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മളെയും സ്നേഹിക്കുന്നത്. ഇപ്പോൾ മനോജ് എത്ര വർഷമായി ഈ കേശവനോടൊപ്പം? കേശവനോടൊപ്പം ഒരു 11 കൊല്ലത്തോളം കഴിഞ്ഞു. അപ്പോൾ കേശവൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഇവിടെ വന്നിട്ട് 2002 വരുന്ന ആനയാണ് കേശവൻ. അപ്പോൾ ഏകദേശം കേശവൻ വന്ന് കുറച്ച് കാലത്തിന് ശേഷം മനോഹരൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ കേശവൻ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ എത്തിപ്പെടുന്ന സമയത്തെല്ലാം മനോജേട്ടൻ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതെ. അതായത് 2002 കേശവന് ഇവിടെ വരുന്നത്. ആ സമയത്ത് ഞാനും കേശവനും ഒരു കൂട്ടമായി കമ്പനി വരുന്നതെന്ന് പറയാം. ഞാൻ ഇതിന് മുന്നേ ഇവിടെ മാണിക്കൻ എന്ന് പറഞ്ഞൊരു ആനയായിരുന്നു കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പം അത് 6 കൊല്ലത്തോളം കൊണ്ട് നടന്നു. അതിൻ്റെ ശേഷമാണ് കേശവനിലോട്ട് വരുന്നത്. അന്നേരം ആദ്യകാലങ്ങളിൽ തൊട്ടേ നമുക്ക് കേശവനെ അറിയാം. അപ്പോൾ ഈ കേശവൻ്റെ ഒന്നാം പാപ്പാനായിട്ട്, ഇപ്പോൾ കേശവനെ പോലെ അത്രയും ആരാധകരുള്ള ഒരു ആനയുടെ ഒന്നാം പാപ്പാനായിട്ട് ഉത്സവ പറമ്പുകളിലൊക്കെ എത്തുമ്പോൾ നമുക്കുള്ളൊരു അനുഭൂതി അതെങ്ങനെയാണ്? അത് നമുക്ക് വളരെ സന്തോഷമാണ്. അതായത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെയും ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ കേശവനെ നോക്കുന്നതിൽ ഉള്ളൊരു പ്രത്യേകത എങ്ങനെയാണ്? മറ്റാനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കേശവനെ നമ്മൾ പരിപാലിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണ്? അത് ആന വളരെ സാധുവായ ഒരു ആനയാണ്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് നല്ല ഭക്ഷണപ്രിയനാണ്. അങ്ങനെയുള്ള രീതികളൊക്കെയാണ് ആനയ്ക്ക്. കുറുമ്പുകളൊക്കെ ആന എങ്ങനെയാണ്? കുറുമ്പൊന്നും ഇല്ല, ആനയ്ക്ക് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. യാദൃശ്ചികമായി ജീവിതത്തിലുണ്ടായ ഒരു സംഭവം, ആ സംഭവത്തിന് ശേഷം ആനപ്പാപ്പാന്മാരുടെ കൂട്ടത്തിലെ ഇരട്ടച്ചങ്കൻ എന്നാണ് അനീഷേട്ടൻ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അന്നവിടെ സംഭവിച്ചത്? അന്ന് വേറെ ആന കൂടിയതാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരെ കൂടി ആന പേടിച്ച് ഇതായി. നമ്മൾ അതിനോട് ഒരു ആനയെ പിടിക്കാൻ നോക്കിയത് മാത്രമേ ഉള്ളൂ, ഓടിപ്പോവായിരിക്കാം. എന്താണെന്ന് അന്നപ്പോൾ എന്താ ചെയ്തത്? അന്ന് 2 കൊമ്പേലും പിടിച്ച് നിർത്താനുള്ളൊരു ഇത് നോക്കി. ഇത്രയും നാൾ 10 കൊല്ലം ഞാനിവിടെ നിൽക്കണം. അപ്പോൾ അവർ ബന്ധം വെച്ച് ഇങ്ങനെ ഒരു രീതി നോക്കി. എത്ര 10 വർഷമായി? 10 വർഷമായി. അപ്പോൾ ഈ ആന പരിപാലന രംഗത്തായിട്ട് എത്ര വർഷമായി? ആനപ്പുറം ഒരു 10-14 കൊല്ലമായി. അപ്പോൾ അന്ന് ചെയ്ത ആനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്രയും ആത്മബന്ധം ഉണ്ടായി ഇത്ര വർഷത്തിൻ്റെ പരിചയം കൊണ്ടാണോ? അതെ. അപ്പോൾ അന്നത്തെ നമുക്കറിയാം, അന്നത്തെ വീഡിയോ ഭയങ്കര വൈറലായി മാറി, എല്ലാവരും കണ്ടു. അപ്പോൾ അതിനുശേഷം ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം അതെങ്ങനെയായിരുന്നു? അതായത് ഇപ്പോൾ അതിന് മുൻപ് നമ്മൾ ആനയും കൊണ്ട് ഉത്സവപ്പറമ്പിൽ പോകുമ്പോഴും അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ആരാധകരെണ്ണൊക്കെ കൂടി കാണുമല്ലോ. അപ്പോൾ അതിനുശേഷം ആ ഒരു മാറ്റം ജീവിതത്തിന് എങ്ങനെയാണ് ബാധിച്ചത്? കൂടി ഒരു ഇത് ഇത്രേ ഉള്ളൂ, വേറെ ഇതായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും വട്ടം കൂടും നമ്മളെ കാണുമ്പോൾ അല്ലേ? ഫോട്ടോ എടുക്കാനൊക്കെ വരും. അപ്പോൾ ഇവനുണ്ടായ അത്ര ആരാധകർ നമുക്കും ഉണ്ടായി. അതെ.
പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ വർഗീസ് അച്ചായൻ്റെ ഗജഗണങ്ങളെല്ലാം മലയാള മണ്ണിലെ ഉത്സവ പറമ്പുകളിലെ ഒഴിവാക്കാനാകാത്ത ഒന്നാണ്. അതിൽ കേശവൻ മുന്നിൽ നിന്ന് തല ഉയർത്തിപ്പിടിച്ച് പട നയിക്കുമ്പോൾ സാധു, അർജുൻ, ഗണേശൻ, രാജേശ്വരി തുടങ്ങിയവർ ഉറച്ച പടയാളികളായി മാറും. കേശവൻ കേരളത്തിലെ ഉത്സവ നഗരികളിൽ സജീവമായിരുന്ന കാലത്ത് പോലും കേശവന്റെ പെരുമയ്ക്ക് അത്ര പ്രാധാന്യമൊന്നും ആരും കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ സാധാരണ ഒരു കൂട്ടാനയായി മാത്രം പരിപാടികളിൽ പങ്കെടുത്തു പോന്നിരുന്ന സമയത്ത് 2012 ഫോറസ്റ്റ് അളവ് വന്നു. കേശവന്റെ അളവ് കഴിഞ്ഞപ്പോൾ ആനക്കേരളം ഒന്നടങ്കം ഞെട്ടിത്തരിച്ചുപോയി. അന്ന് തെച്ചിക്കോടനും കടവൂരാനും രാജശേഖരനും പിന്നിൽ 309 സെന്റിമീറ്റർ ഉയരവുമായി നാലാമനായി കേശവൻ തന്റെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. അത് കൂട്ടാനയിൽ നിന്നും തിടമ്പാനയിലേക്കുള്ള കേശവന്റെ മാറ്റമായി. ആ മാറ്റം ആനക്കേരളം ഇരുകൈയും നീട്ടി സ്വീകരിച്ചതോടെ കേശവന്റെ ജാതകം തന്നെ മാറിമറിയുകയായിരുന്നു. ഇന്ന് ദേശദേശാന്തരങ്ങൾ വ്യത്യാസമില്ലാതെ തൻ്റെ നടയമരങ്ങൾ ഉറപ്പിക്കുന്ന പൂരപ്പറമ്പുകളിലെ തിടമ്പാന. ആദ്യകാലങ്ങളിൽ കേശവൻ കൂട്ടുനിന്ന ആനകൾ ഇപ്പോൾ കേശവന് കൂട്ടാനയാകുന്നു. ഇത് ഒരു ദൈവനിയോഗമായിരിക്കാം. ഈ നിയോഗം തൻ്റെ ജന്മസാഫല്യമായി കേശവൻ പൂർത്തീകരിച്ചു പോരുന്നുമുണ്ട്. അതിനായി അവൻ്റെ സൗന്ദര്യ തികവ് തിരിച്ചറിയുന്നവർ അവനായി ഒരുക്കുന്ന രാജവീതിയിൽ പട്ടങ്ങളും അംഗീകാരങ്ങളുമായി എത്തുന്ന തൻ്റെ പ്രജകളിൽ ആവേശത്തിൻ്റെ മണിമുത്തുകൾ വാരി വിതറിക്കൊണ്ട് പകരം വയ്ക്കാനില്ലാത്ത ഗജസൗന്ദര്യത്തിൻ്റെ നേർക്കാഴ്ചയാകുകയാണ് പുതുപ്പള്ളി കേശവൻ എന്ന ആസാം സുന്ദരൻ. ബ്രഹ്മാവിനാൽ ദാനമായി കിട്ടിയ അംഗലാവണ്യം കൊണ്ട് ഗജലോകത്തിന്റെ ആകമാനം പ്രജാപതിയായി വിളങ്ങാൻ ഇവനാണ് അർഹൻ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇവന്റെ ആരാധകർ ഇവന് ചാർത്തിക്കൊടുത്ത പട്ടങ്ങളെല്ലാം. ആ അംഗീകാരം തന്നിൽ അവർ അർപ്പിക്കുന്ന വിശ്വാസമാണെന്ന ഉത്തമ ബോധ്യം കേശവനുണ്ട് താനും. അതുകൊണ്ടാണ് തൻ്റെ ആരാധകരെയെല്ലാം ആനന്ദസാഗരത്തിൽ ആറാടിച്ച് അവരെയെല്ലാം തൻ്റെ മായാ സൗന്ദര്യം കൊണ്ട് തന്നിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ കേശവന് കഴിയുന്നതും. ഉണ്ണിക്കണ്ണന്റെ നാമധേയമുള്ള നമ്മുടെ കേശവൻ തൻ്റെ മായിക സൗന്ദര്യം കൊണ്ട് ആനപ്രേമികളെ കയ്യിലെടുക്കാൻ ഒട്ടും മോശക്കാരനല്ല എന്ന തെളിവാണ് ഈ അടുത്ത കാലങ്ങളിൽ കേശവന് ആനക്കേരളം നൽകി വരുന്ന പട്ടങ്ങളും അംഗീകാരങ്ങളും. പുതുപ്പള്ളി കേശവൻ എന്ന ഈ ഗജഭീമൻ ഒരു ഉത്സവ നഗരിയിലേക്ക് എത്തുന്നുണ്ടെന്നറിഞ്ഞാൽ തന്നെ അവിടെ ജനങ്ങൾ തടിച്ചുകൂടുന്നതും സർവ്വസാധാരണയാണ്. പിന്നെ നടയമരങ്ങൾ ഉറപ്പിച്ച് തന്നോട് മത്സരിക്കാൻ ആരുണ്ട് എന്ന ഭാവത്തിൽ തല ഉയർത്തിപ്പിടിച്ചു വരുന്ന കേശവന്റെ രാജകീയ വരവിന് കണ്ണും കാതും കൊടുക്കുന്നത് നിരവധി പേരാണ്. കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും പിടിച്ചെടുത്തതുമായ പൂരനാടുകൾ ഈ കേശവ ജീവിതത്തിൽ നിരവധിയാണ്. പുതുപ്പള്ളി കേശവൻ എന്ന ഈ ഗജകേസരി ഇതിഹാസത്തിന്റെ പാദസ്പർശമേൽക്കുന്ന ഏതൊരു ഉത്സവ നഗരിയും ആ ഗജവിസ്മയത്തിന്റെ മായ കാഴ്ചയിൽ അലിഞ്ഞില്ലാതാകുകയാണ്. ഒപ്പം തൻ്റെ ജീവിതത്തിലെ പുതിയൊരധ്യായവും ആ പൂരനഗരിക്ക് മറ്റൊരു ചരിത്രവും എഴുതി ചേർത്തുകൊണ്ട് താൻ വെട്ടിത്തെളിച്ച പാതയിലൂടെ തൻ്റെ അശ്വമേധം തുടരുകയാണ് ആനക്കേരളത്തിന്റെ ഈ ഗജഭീമൻ, വരാംഗ വിശ്വ പ്രജാപതി പുതുപ്പള്ളി കേശവൻ. 1000 ദീപങ്ങൾ തെളിയുന്ന പോലെ വാനിലൂതിച്ചൊരു താരകമായി കണ്ണും മനവും നിറയ്ക്കുവാനായി കച്ചമുറുക്കിയൊരുങ്ങുന്നേ ഈ കരിവീര സുന്ദര രൂപങ്ങൾ. അഴകളവ് നിലവിന്റെ തമ്പുരാക്കൾ ഈ ഗജവീര സുന്ദര ചന്തങ്ങൾ.
പാപ്പാലപ്പറമ്പിലെ ഗജവീരൻ്റെ വിശേഷങ്ങൾ ആന വയറോളമുണ്ട്. പറഞ്ഞാലും തീരില്ല, കേട്ടാലും തീരില്ല. എന്നാൽ ആനപ്പെരുമയുടെ സമയം ഇവിടെ തീരുകയാണ്. അതുകൊണ്ട് സൂര്യാവുഡ് ആനപ്പെരുമയിൽ മറ്റൊരു കൊമ്പൻ്റെ വലിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.